ഹലോ നമസ്കാരം നമുക്കിന്നൊരു മേക്കപ്പ് വീഡിയോ ആണ്. ഇന്നത്തെ മേക്കപ്പ് വീഡിയോയിൽ നമ്മൾ അഫോർഡബിൾ റേറ്റിലുള്ള പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. അധിക പ്രൊഡക്റ്റുകൾക്കും 200 രൂപയിൽ താഴെയുള്ളൂ റേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്കിൻ കെയർ സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഫേസ് മോയ്സ്ചറൈസ് ചെയ്തു, അതുപോലെ ലിപ്സൊക്കെ മോയ്സ്ചറൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് DeepThoughts ഒരു പ്രൈമറാണ്. ഇത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രൈമറാണ്, ജെൽ പ്രൈമറാണ്. അപ്പോൾ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമറാണ്. മാറ്റ് ഫിനിഷുള്ള പ്രൈമറാണ്. അത്യാവശ്യം സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രൈമറാണ്. ഫേസിൽ ഒരുപാട് പോസൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പോസിനെ ഒന്ന് മിനിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ മേക്കപ്പിന് നല്ലൊരു ഫിനിഷ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. പൊതുവേ പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് DeepThoughts തന്നെ ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇതൊരു ഡ്യൂയി ഫിനിഷുള്ള ഒരു ലിക്വിഡ് ഫൗണ്ടേഷനാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് സെയിം ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ്, DeepThoughts പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഫൗണ്ടേഷൻ ഇഷ്ടപ്പെട്ടു. ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടിയടിച്ച പോലെ ഉണ്ടാവില്ല. ടെക്സ്ചറൊക്കെ നല്ല സ്മൂത്താണ്, നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യും. പിന്നെ ഇവരുടെ പാക്കേജിൽ പറയുന്നത് ഇത് ഫുൾ കവറേജ് തരുന്നതാണ്. ഫുൾ കവറേജ് ഒന്നും തരുന്നില്ല, ഒരു നാച്ചുറൽ ലുക്ക് തരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഷെയ്ഡ് നമ്പർ 1 ആണ്, ഫ്ലാറ്റ് വൈറ്റ്. അപ്പോൾ അതിനുശേഷം ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്തവണ ബ്ലെൻഡ് ചെയ്യുന്നത്. കഴുത്തിലും അതുപോലെ ഫേസിനൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കഴുത്ത് വിട്ടു പോരുത്, രണ്ടും രണ്ട് കളറായിട്ട് എടുത്ത് കാണിക്കും. അതിനുശേഷം DeepThoughts തന്നെ ഒരു കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ എൻ്റെ കയ്യിൽ കിട്ടിയ ഷെയ്ഡ് എൻ്റെ കളറല്ല, ഒരു ഡസ്കി സ്കിന്നിനൊക്കെ പറ്റിയ ഷെയ്ഡായിരുന്നു കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ പൊതുവേ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം കോമ്പാക്റ്റ് കൊണ്ട് സെറ്റ് ചെയ്യുന്നത് കുറവാണ്. മെയിനായിട്ട് കണ്ണിന് ചുറ്റുമുള്ള ഏരിയയിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് വേർക്കും. അപ്പോൾ ഈ ഒരു പൗഡറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നാച്ചുറൽ മാറ്റ് ഫിനിഷ് തരുന്ന ഒരു കോമ്പാക്റ്റ് പൗഡറാണ്. മാത്രമല്ല ഇതിൻ്റെ റേറ്റും വളരെ കുറവാണ്, 150ക്ക് താഴെയുള്ളൂ റേറ്റ്. അപ്പോൾ അതിനുശേഷം നമ്മൾ DeepThoughts തന്നെ ഒരു ഐ ഷാഡോ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു ഐ ഷാഡോ പാലറ്റാണ്, സ്മോക്കി ഐസ് ചെയ്യാൻ പറ്റിയൊരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് നമ്മൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാണ്. സോ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാലറ്റിലെ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആങ്കിൾ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഐ ഷാഡോ യൂസ് ചെയ്യാൻ പോവാണ്. സോ ഒരു ബേസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്രീം കളർ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ബേസ് കൊടുക്കുകയാണ്. അപ്പോൾ ഐലിഡിന് മേലെ നന്നായിട്ടൊന്ന് നമ്മൾ ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു ഷിമ്മറി ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്, ഗോൾഡ് കളറിലുള്ള ഒരു ഷെയ്ഡ്. ഒരു ഫ്ലാറ്റ് ഷെയ്ഡർ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഐലിഡ് മൊത്തമായിട്ട് ഈ ഒരു കളർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പാലറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മാറ്റ് ഫിനിഷുള്ള പാലറ്റാണ്. കളേഴ്സൊക്കെ ഒരുപാട് പിഗ്മെൻറ്റഡ് ഒന്നുമല്ല, ബ്ലാക്ക് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്. എനിക്ക് ചെറുതായിട്ട് സ്പ്രെഡും ചെയ്യുന്നുണ്ട് ബ്ലാക്ക്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ്, നമ്മുടെ ആ ഒരു കണ്ണിന് ചുറ്റുമുള്ള സ്വെറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ സ്മൂത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്മോക്കി ഐസാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വലിയ ലെവലിലുള്ള ഒരു സ്മോക്കി ഐസ് ഒന്നുമല്ല, ചെറുതായിട്ടൊരു സ്മോക്കി ഐസാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാലറ്റിൽ നിന്ന് ബ്ലാക്ക് കളർ എടുത്തിട്ട് നമ്മൾ ഐലിഡിൻ്റെ 1/4 ആണ് അപ്ലൈ ചെയ്യുന്നത്. ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഒരുപാട് വലിയ പിഗ്മെൻറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഷിമ്മറി ഷെയ്ഡ് അപ്ലൈ ചെയ്തപ്പോൾ അങ്ങനെ എടുത്തു കാണിക്കുന്നൊന്നുമില്ല. കാജൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു പാലറ്റിൽ നിന്ന് ബ്ലാക്ക് കളർ എടുത്തിട്ട് ടിയർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാജൽ നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് കളറാണ്. ഇത് നല്ല കാജലാണ് കേട്ടോ, ഒരു ക്രീമി ടെക്സ്ചറുള്ള കാജലാണ്, നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാജലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബ്ലാക്ക് കളർ ബേസ് ഇട്ടിട്ട് അതിന് മേലെയാണ് ഈ ഒരു കാജൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിനും റേറ്റ് കുറവാണ്, അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു കാജലാണ്. നമുക്ക് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്രീമി ടെക്സ്ചറാണിത്. ഇത് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു കാജലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ മേക്കപ്പ് വീഡിയോയിൽ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ DeepThoughts തന്നെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, ഷെയ്ഡ് നമ്പർ 6. ഇത് റെഡ് കളറിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ക്രീമി
മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇവരിത് കംപ്ലീറ്റ് മാറ്റ് ഫിനിഷ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ചൊരു ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. ഒരു സ്വൈപ്പിൽ തന്നെ നമുക്ക് നല്ലൊരു കളർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് നമ്മൾ ബ്ലഷായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഷ് കൂടിപ്പോയും തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് നമ്മൾ കോമ്പാക്റ്റിന് യൂസ് ചെയ്ത സെയിം ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ലൈറ്റായിക്കോളും. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇപ്പം നമ്മൾ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. നമ്മുടെ ഫേസ് അങ്ങനെ പുട്ടിയടിച്ച പോലെയല്ല, ഒരു നാച്ചുറൽ ലുക്കാണ് ഫേസിനുള്ളത്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്, ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഹെയറിനെ സ്റ്റൈൽ ചെയ്തു. ഒന്ന് പുറകിൽ വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടു, പിന്നെ ജസ്റ്റ് ഓപ്പൺ ഹെയർ സ്റ്റൈലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.